നമസ്കാരം. പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന അന്താരാഷ്ട്ര സെമിനാർ ചാണക്യ ഡിഫൻസ് ഡയലോഗിൽ ആയിരുന്നു പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പും താക്കീതും നൽകിക്കൊണ്ട് ഇന്ത്യയുടെ സൈനിക മേധാവി സംസാരിച്ചത്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സൈനിക മേധാവിയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് എതിരായ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ ഒരു വിഷയം ആണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ഇന്ത്യ എപ്പോഴും പുരോഗതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാം, എങ്ങനെ രാജ്യം വികസിതമാക്കി മാറ്റാം എന്നതിനാണ് ഇന്ത്യ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരം സംസാര പാതകളിൽ ആരെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അവർക്കെതിരെ നാം ചില നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും. സമാധാന ചർച്ചകൾക്ക് തങ്ങൾ ഒരുക്കമാണ്. എന്നാൽ സമാധാനവും ഭീകരതയും ഒരുമിച്ച് എന്നത് അംഗീകരിക്കാനാവില്ല. തീവ്രവാദികളെയും അവരുടെ സ്പോൺസർമാരെയും ഇന്ത്യ എന്ന ഈ രാജ്യം ഒരുപോലെയാണ് പരിഗണിക്കുക. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ ചുട്ട മറുപടി തന്നെ നൽകും. ഇന്ത്യ കഴിഞ്ഞ 7 പതിറ്റാണ്ടിനിടെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചതിനാൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുമുള്ള ബ്ലാക്ക് മെയിൽ ശ്രമങ്ങളും ഭയപ്പെടുത്തുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സൈനിക മേധാവി നടത്തുന്ന പരാമർശം അത് കൃത്യമായും പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ്. അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വെറും ട്രെയിലർ മാത്രമായിരുന്നു എന്നാണ്. അത് 88 മണിക്കൂറിനുള്ളിൽ അവസാനിച്ചു. ഭാവിയിൽ ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പാകിസ്ഥാൻ അവസരം നൽകിയാൽ ഒരു അയൽ രാജ്യത്തോട് എങ്ങനെ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്ന് ഞങ്ങൾ പഠിപ്പിക്കും എന്നുകൂടിയാണ് സൈനിക മേധാവി പറഞ്ഞു വെച്ചത്. मैं तो ये कहना चाहूंगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं. और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने പടോസിയോ സെ ബിഹേവ് करना चाहिए. സൈനിക മേധാവിയുടെ ഈ വാക്കുകൾ വളരെ കൃത്യമായി പാകിസ്ഥാന് നൽകുന്ന മറുപടിയാണ്, ഒപ്പം മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്ന് കൃത്യമായി ഇന്ത്യക്കറിയാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പാകിസ്ഥാൻ ഭരണകൂടം തീവ്രവാദികൾക്ക് പരിശീലനവും ഫണ്ടിങ്ങും തുടർന്നാൽ എന്താണ് ഇന്ത്യക്ക് മറുപടി നൽകേണ്ടത് എന്ന കൃത്യമായ ബോധ്യം ഉണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് വെക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളെ പല തലങ്ങളിൽ നിന്നുകൊണ്ട് വേണം നിരീക്ഷിക്കാൻ. അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന് പറയാനാകില്ല. ദീർഘകാലം നിലനിൽക്കുന്ന യുദ്ധങ്ങൾക്കായി ആയുധ ശേഖരങ്ങൾ ഉറപ്പാക്കണം എന്നുകൂടിയാണ് സൈനിക മേധാവി പറയുന്നത്. ഒരു പക്ഷേ അത് ആഗോള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹം പറയുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും ആ യുദ്ധം എന്നുള്ളതായിരുന്നു റഷ്യയുടെ അവകാശവാദം. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും യുദ്ധം തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോര് ഹമാസിനെ വളരെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കും എന്ന ഒരു നിരീക്ഷണം ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അടക്കം നേരിട്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെയും യുദ്ധം കാലങ്ങളോളം നീണ്ടുപോകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അടക്കം നേരിടാൻ ഇന്ത്യ സന്നദ്ധമാണ് എന്നും തയ്യാറാണ് എന്നുമാണ് സൈനിക മേധാവി പറഞ്ഞു വെച്ചത്. ഒപ്പം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്നത് ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ സൈന്യം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അതായത് സൈന്യത്തിന്മേൽ ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് തന്നെ വിശ്വാസമില്ലാത്ത ഒരു ഇന്നലകൾ ഉണ്ടായിരുന്നു.
എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് 2019 ശേഷം എന്ന് ആണ് സൈനിക മേധാവി പറയുന്നത്. സൈന്യത്തെ കല്ലെറിയുന്ന ഒരു പ്രവണത ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കില്ല. സൈന്യത്തെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുകയാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ചൈന ബന്ധം സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. 2024 ഒക്ടോബർ മുതൽ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ടു എന്നാണ് സൈനിക മേധാവി പറയുന്നത്. സർക്കാർ തല ചർച്ചകൾ നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ ചൈന ബന്ധം ഇപ്പോൾ നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും സംഘർഷ പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും ചൈനീസ് നേതൃത്വവുമായി കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഫലപ്രദമായിരിക്കും എന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഈ സെമിനാറിൽ പറയുകയുണ്ടായി. ഉപേന്ദ്ര ദ്വിവേദിയുടെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസവും കരുത്തും ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുകയാണ്.